നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അവരുടെ അക്കൗണ്ടുകളിൽ ഇപ്പോൾ 2 മാസത്തെ പെൻഷനായ 3200 രൂപ എത്തിയിട്ടുണ്ട്. പല ആളുകളെയും അക്കൗണ്ടുകളിൽ ഇപ്പോൾ പണം എത്തിയതായി അറിയിപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വരുന്നത്. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ 2 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ 1 മാസത്തെ കുടിശ്ശികയും ജനുവരി മാസത്തെ പെൻഷനുമാണ് ഇപ്പോൾ അവർക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ പല ആളുകൾക്കും ഇപ്പോഴും പെൻഷൻ എത്തിയിട്ടില്ല. വരും മണിക്കൂറുകൾ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അവർക്ക് പണം എത്തുന്നതാണ്. പല ആളുകൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ 400 മുതൽ 800 രൂപ വരെയുള്ള ഇതും എത്തിയിട്ടില്ല. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കും വരും മണിക്കൂറിൽ തന്നെ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് അവർക്ക് എത്തുന്നതാണ്. എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ പണം എത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് കറക്റ്റായി നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിരുന്നത് പോലെ തന്നെ കറക്റ്റായി ഗവൺമെൻറ് പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായി ചെയ്യാത്ത ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ എത്തിയിട്ടില്ല. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളാണ് ഇതിൽ മുൻപന്തിയിലും പെൻഷൻ എത്താത്തത്. ഏകദേശം 10% ആളുകളാണ്, മൊത്തം പെൻഷൻ വാങ്ങുന്ന 10% ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത്. അവർക്ക് ഇനിയും പെൻഷൻ എത്തണമെങ്കിൽ അവർ നിർബന്ധമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെയാണ് വിധവകളായ ആളുകളുണ്ടെങ്കിൽ അവർ പുനർവാഹിതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകണമായിരുന്നു. അവർക്കും പെൻഷൻ എത്തിയിട്ടില്ല. പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ഒന്നുകിൽ പെൻഷൻ പോർട്ടൽ എന്ന വഴി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ഒന്നുകിൽ അങ്ങനെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ പഞ്ചായത്തോ നേരിട്ട് എത്തി അന്വേഷിച്ച് എന്താണ് പെൻഷന് തകരാറെന്ന് കണ്ടെത്തുക. പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ ലഭിക്കാതിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷം ആളുകൾക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസ്റ്ററിംഗ് ആണ്. അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് അല്ലെങ്കിൽ കറക്റ്റായി മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളാണ്. കുറച്ച് ശതമാനമാണെങ്കിലും അവർ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ, കുടുംബത്തിൽ 4 ചക്ര വാഹനമുള്ള ആളുകൾ, 1-ൽ കൂടുതൽ വീടുകളുള്ള ആളുകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവർ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെ പെൻഷനിൽ നിന്ന് താൽക്കാലികമായോ അല്ലെങ്കിൽ എന്നേക്കുമായോ അവരെ ഒഴിവാക്കിയിട്ടുണ്ടാകും. താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരാതി നൽകാം. പഞ്ചായത്തിൽ നേരിട്ട് പരാതി നൽകി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അവർ ഒന്നുകൂടി അന്വേഷണം നടത്തി അന്വേഷണത്തിൽ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ പെൻഷനിൽ ഉൾപ്പെടുത്തും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ കിട്ടാത്ത ആളുകളാണ്. പെൻഷൻ കിട്ടിയ ആളുകൾ കറക്റ്റായി ഇനിയുമുള്ള സർക്കാർ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും. ഇപ്പോൾ അവർക്ക് 2 മാസത്തെ പെൻഷനാണ് അവർക്ക് ലഭിച്ചത്. ജനുവരി മാസത്തെ പെൻഷനായ 1600 രൂപയും കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന 4 മാസത്തെ പെൻഷനാണ് അവർക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നത്. അതിലൊരു മാസത്തെ പെൻഷൻ 1600 രൂപയുമാണ് ഇപ്പോൾ ലഭിച്ചത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തതിനാൽ അവർ അടുത്ത മാസവും ഇതുപോലെ തന്നെ 2 മാസത്തെ പെൻഷനായിരിക്കും നൽകുക. അതിനുശേഷമുള്ള 2-3 മാസങ്ങൾ കൊണ്ട് പെൻഷൻ കുടിശ്ശിക തീർക്കാനും പിന്നീട് പെൻഷൻ കറക്റ്റായി നൽകാനുമാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും വരും വീഡിയോസിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. പല ആളുകളും പഴയ വീഡിയോസിൽ കണ്ട് നമ്മളിപ്പോൾ ആനുകൂല്യം അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഓരോ അറിയിപ്പുകൾ മാറി വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.